അതാണ് പ്രശ്നം. ഇവിടെ യുദ്ധം നടക്കുന്ന ഹമാസാണ്. ഹമാസ് എങ്ങനെയാണ് പലസ്തീൻ എന്ന് വെച്ചാൽ ഹമാസ് അല്ല. പലസ്തീൻ എന്ന് വെച്ചാൽ ഹമാസ് അല്ല. ഹമാസ് ഒരു ഐസിസ് പോലത്തെ സംഘടനയാണ്, തീവ്ര നിലപാടുള്ള സംഘടനയാണ്. അവിടെ ഫത്തയുള്ളത് കൊണ്ടാണ് ഹമാസിന് മുന്നേറാൻ പറ്റാതിരുന്നത്. ആ പോയിന്റാണ് ഞാൻ പറയാൻ വരുന്നത്. ഹമാസിനോട് വ്യക്തിപരമായോ ആശയപരമായോ എനിക്ക് യോജിപ്പില്ല. ഹമാസ് പലസ്തീനെ ഇന്ന് ആക്രമിച്ച ദിവസവും ഇന്ന് തെരഞ്ഞെടുത്ത സമയവും അത് ഇന്റലിജൻസ് ഫെയിലിയർ എന്നതിനേക്കാളും അപ്പുറം അവർ എത്ര കാലങ്ങളായിട്ട് മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുക. എത്ര മിസൈൽ വീഴുന്നുണ്ട് ടെലവീവില്? വളരെ കുറച്ച് മാത്രം. പലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പലസ്തീൻ ജനത അനുഭവിക്കുന്നത് നമ്മൾ ഈ അന്തർദേശീയ സിനിമകൾ കാണുമ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്ര സംഘടനയാണ്. അവിടുത്തെ പലസ്തീൻ ജനത ഹമാസ് ചെയ്യുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾക്കൊക്കെ ഹമാസിനെ വിളിക്കാവുന്നതാണല്ലേ? പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ ഹമാസിന്റെ ഒരു പ്രതിനിധി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതാ വിളിക്കാം. അപ്പോൾ CPIM-ന്റെ ഒക്കെ പരിപാടികൾ വരുന്നുണ്ടല്ലോ. വിളിക്കുന്നതിന് തെറ്റ് എന്താണ്? തെറ്റെന്താണ്? നിരോധിക്കാത്ത നിരോധിക്കട്ടെ. ഇവിടെ നിരോധിച്ചിട്ടില്ല. അവരുടേത് പ്രതിരോധമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഒരു കാര്യം, ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സായുധ സമരമായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ ആ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പറ്റില്ല.